നമ്മൾ നോക്കുന്നത് വന്നു എന്ന് പറയുന്നത് ഹിന്ദിയിൽ എങ്ങനെയാണ് വന്നു എന്ന് പറയുന്നത്? ആയ എന്നാണ് അല്ലെ. ആന എന്നുള്ള വെർബിന്റെ പാസ്റ്റ് ഫോം ആണ് ആയ, വന്നു എന്ന് പറയാനായിട്ട് അല്ലെ. അപ്പൊ പല രീതിയിൽ നമ്മൾ വന്നു എന്ന് പറയാം അല്ലെ. എന്താണ്? അമ്മ അച്ഛൻ വന്നു, അല്ലെങ്കിൽ ബസ് വന്നു, മഴ വന്നു, അവള് വന്നു, അവൻ വന്നു, അവർ വന്നു എന്നൊക്കെ പറയും. അപ്പൊ ഇതിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംസാരിക്കുമ്പോൾ വരുത്താറുണ്ട്. അതെന്താന്നുള്ളത് പലർക്കും ഡൗട്ടാണ്. അതത്ര വലിയൊരു പ്രോബ്ലം ഉള്ള കാര്യമൊന്നുമല്ല. എന്നാൽ പോലും ഇത് മാത്രം പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വേർഡ് മാത്രം നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ കുട്ടി പറയാണ് അമ്മ അച്ഛൻ വന്നു, അച്ഛൻ വന്നു. ആർക്കും പറയാം അല്ലെ. അച്ഛൻ വന്നു എന്ന് എങ്ങനെയാ പറയാ? പാപ്പ ആയേ, പാപ്പ ആയേ. ഇവിടെ നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു ആന എന്നുള്ളതിന്റെ പാസ്റ്റ് ആയ എന്നാണ്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? പാപ്പ ആയേ. ഏ സൗണ്ടാ പറഞ്ഞത് അല്ലെ. ആയെന്നും പറയാം, അല്ലെന്നുണ്ടെങ്കിൽ ആകയെ എന്നും പറയാം കേട്ടോ. ഇനി അതല്ല മഴ വന്നു എന്നാണെങ്കിലോ? ബാരിഷ് ആകയി, അല്ലെന്നുണ്ടെങ്കിൽ ആയി. ബാരിഷായി, ബാരിഷാകയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാരിഷ് എന്നാണ് മഴേനെ പറയുന്നത്. മഴ വന്നു എന്നായി. ഇനി ബസ് വന്നു എന്നാണെങ്കിലോ? ബസ് ആകയി, അല്ലെന്നുണ്ടെങ്കിൽ ബസ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് വന്നു എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ എന്താ വ്യത്യാസം കണ്ടേ? പാപ്പ ആയേന്ന് പറഞ്ഞു, ബസ് ആയി എന്ന് പറഞ്ഞു. ഇനി അവൻ വന്നു എന്നാണെങ്കിലോ? വോ ആയ, വോ ആയ. അവൾ വന്നു എന്നാണെങ്കിൽ വോ ആയി. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിക്കായി കാണും എന്തുകൊണ്ടാണ് നമ്മൾ ആയ ആയി മാറ്റി പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. അവൻ എന്നുള്ളത് പുല്ലിംഗമാണ്, അവൾ എന്നുള്ളത് സ്ത്രീലിംഗമാണ്. അപ്പൊ സ്ത്രീലിംഗ വേർഡുകൾ പറയാനാണ് നമ്മൾ ഈ സൗണ്ട് യൂസ് ചെയ്യുന്നത്. പുല്ലിംഗം ആണെന്നുണ്ടെങ്കിൽ ആ സൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആയ, ആയി. ഇനിയിപ്പോ എ സൗണ്ട് എവിടെയാണ്? അവർ വന്നു. അവർ വന്നു എന്ന് പറയുമ്പോൾ അവർ എന്ന് പറയുന്നത് പ്ലൂരൽ ആണ് അല്ലെ. പ്ലൂരലിൽ നമ്മൾ വേ ആയേ, വേ എന്ന് പറഞ്ഞാൽ അവർ. അപ്പൊ വേ ആയേ എന്നാ പറയാ. ആകയെ എ സൗണ്ട് ആണ് കേട്ടോ. അപ്പൊ അതാണ് എ സൗണ്ട് പ്രയോഗിക്കുന്നത്. വേ ആയേ, അവർ വന്നു എന്ന് പറയുന്ന. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പാപ്പ ആയേന്ന്. അപ്പൊ എന്താ അവിടെ പറഞ്ഞത്? അത് ഇത്രയേ ഉള്ളൂ. അവിടെ റെസ്പെക്റ്റും പ്ലൂരലും ഈ രണ്ട് കാര്യങ്ങൾക്കുമാണ് എ സൗണ്ട് യൂസ് ചെയ്യുന്നത്. ആയ, ആയി, ആയേ. മൂന്നിന്റെ അർത്ഥം എന്താണ്? വന്നു എന്ന് പറയാനാണ്. ഇത് ഷോർട്ട് ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് ബ്രീഫ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ചാനലിൽ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഒരു 50 days ക്ലാസ് റണ്ണിങ് ആണ് കേട്ടോ. ഹിന്ദി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും. അതിൽ 15 rupees സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ ആയിട്ട് ബേസിക് ക്ലാസ് മുതൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ.